എല്ലാവരും നല്ലോണം ഒന്ന് ചിരിക്കണം കേട്ടോ. നല്ല രസത്തിൽ ചിരിക്കുക, എന്നാലല്ലേ പറ്റുള്ളൂ. നമുക്കിതെല്ലാം ഒപ്പിയെടുക്കണ്ടേ. ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ. ആ ഹലോ ഹലോ. ഓക്കെ. അല്ല ആരെ മനസ്സിലായില്ല. എന്താ ഇവിടെ? എന്നെ മനസ്സിലായില്ല? ഇല്ല. ഈ സാധനം കണ്ടിട്ട് മനസ്സിലായില്ല? ഇല്ല. ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ, ക്യാമറാമാൻ. മനസ്സിലായി. അതാണ്. പക്ഷെ ചേട്ടാ ക്യാമറമാനൊക്കെ താഴെയല്ലേ, നമ്മളിപ്പോ ഫ്രെയിമിനകത്തില്ലല്ലോ. എന്താ പേര്? ഗോപിക. ഗോപിക്ക് തെറ്റുപറ്റി. ഞാൻ ഇതിന്റെ ഷൂട്ട് ചെയ്യാൻ വന്ന ക്യാമറാമാൻ അല്ല, കല്യാണ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാനാണ്. കല്യാണം സ്പെഷ്യൽ. ഓമനക്കുട്ടൻ ഓർമ്മയില്ലേ? അപ്പഴേ എന്താണ് കല്യാണം ഇവിടെ നടക്കുന്നില്ലല്ലോ ചേട്ടാ. ഇവിടെ നടക്കുന്നില്ല, പക്ഷെ ഈ ഫ്ലോർ നല്ല വൃത്തിയുള്ള ഒരു ഫ്ലോർ അല്ലേ? അത് ശരിയാ. ഞാനിപ്പോ ഈ അടുത്തിടെ കല്യാണം ഷൂട്ട് ചെയ്തായിരുന്നു. അവിടുത്തെ ചെറുക്കനും പെണ്ണും ഈ ഫ്ലോറിൽ വെച്ച് അവരുടെ ലവ് സീൻ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ഒരു വലിയ ആഗ്രഹം. ഞാൻ പറഞ്ഞാൽ പോര്, നമുക്കറിയാവുന്ന ഫ്ലോറാണ്, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വെച്ചൊന്ന് ഷൂട്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് കഴിയും. അയ്യോ നിസ്സാരം ഒരു ലവ് സീൻ മാത്രമല്ല എടുക്കാറുള്ളൂ ഞാൻ. ഈ സംഭവം നിങ്ങൾ ഒരു ചെറിയൊരു ഉപകാരം ചെയ്യണം. ചെറുക്കനും പെണ്ണും ഇവിടെ വരുമ്പോ ചുമ്മാ അതെ ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിക്കണം കേട്ടോ. അതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ? ചെറുക്കൻ വന്ന് ഇവിടെ നിൽക്കുമ്പം ആകാശത്ത് നിന്ന് പൂ വരുന്ന പോലെ പൂ ഇങ്ങനെ വന്ന് വീഴും അവരുടെ കയ്യിൽ നിന്ന്. അതിനാണ്. അവരുടെ കയ്യിൽ പൂ ഇല്ലല്ലോ ചേട്ടാ. കയ്യിൽ പൂവില്ലെങ്കിൽ ഞാൻ വെട്ടിക്കേറ്റും. അപ്പൊ എനിക്ക് റോളില്ലേ? കൊച്ചിന്റെ റോള് ഞാൻ പിന്നെ എടുക്കുന്നുണ്ട്. വലിയ റോള് ഫിലിം ആയിട്ട് ഞാൻ വരും. കുറെ സ്റ്റിൽസുകൾ എടുക്കാൻ കുറെ വീഡിയോ ഉണ്ട്. 3-4 ഡയറക്ടർമാർ വന്ന് മുട്ടിയിട്ടുണ്ട്. ബാക്കി കണ്ടാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. അയ്യോ അല്ല, ഇതാരൊക്കെയാണ് ഇരിക്കുന്നത്? സെലിബ്രിറ്റികൾ 3 പേരാണല്ലോ. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് തന്നെ പരിചയപ്പെടാം. കോട്ടയം നസീർ, രഞ്ജിനി ജോസ്, നാദിഷ് അല്ലേ? അല്ല, ഇത് ഞാൻ ഇവിടെ ഈ റൈറ്റിലിരിക്കുന്ന ആദർശാണ്. നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിങ്ങൾ റൈറ്റ് ആയിരിക്കും, പക്ഷെ എന്റെ വ്യൂ പോയിന്റ് നിങ്ങൾ ലെഫ്റ്റ് ആണ് ഇരിക്കുന്നത്. എന്ത് ഡയറക്ടർ ആണ് അതുപോലും അറിയാൻ മേലാതെയാണ് നിങ്ങൾ ഈ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ വെച്ച് സിനിമ ഡയറക്ടർ. അതല്ല, പിന്നെന്താ ഞാൻ പറഞ്ഞ ഈ ലെഫ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഈ എന്നെ ചൂണ്ടി കാണിച്ചിട്ട് കോട്ടയം നസീർ കാണിക്കുന്നതിനാണ് ആദർശ എന്നല്ലേ? പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഇങ്ങനെയാണ്. കോട്ടയം നസീറാണ് ഞാൻ. കോട്ടയം നസീറാണ്. ശരി, അത് നിങ്ങൾ തമ്മിൽ അങ്ങ് താരതമ്യപ്പെടുത്തി എടുത്താൽ പോരെ. ഇത് വലിയ വിഷയമാക്കണോ? ജസ്റ്റ് പേര് നിങ്ങളോട് മാറിയാൽ മതിയല്ലോ. ഈ ഓമനക്കുട്ടൻ ഞാൻ എവിടെ? എന്റെ സ്റ്റുഡിയോയുടെ പേരാണ് ഓർമ്മ. അതാണ് ചേട്ടാ. ഞങ്ങളുടെ പള്ളിയിലെ, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരു മാമോദീസ നടന്നായിരുന്നു. അത് ചേട്ടനല്ലേ ചെയ്തത്? ഏത് പള്ളി? മുളന്തുരുത്തി പള്ളി. അതന്നെ. ഞാൻ അത് സ്റ്റില്ലായിരുന്നു അന്നെടുത്ത്. പക്ഷെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ല ചേട്ടാ. അതെന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ലപോലെ 3-4 കീറി കിട്ടി. സത്യം. എന്താ കാര്യം? സംഭവം എന്നാന്ന് വെച്ചാലേ, അന്ന് ഞാൻ സ്റ്റിൽ എടുക്കാൻ വന്നു. അപ്പൊ എന്റെ അസിസ്റ്റന്റ് പയ്യനുണ്ടായിരുന്നു. പുതിയൊരു ക്യാമറ വാങ്ങിച്ച ദിവസമാണെന്ന്, സ്റ്റിൽ ക്യാമറ. ഞാൻ അവന്റെ കൊടുത്തിട്ട് പറഞ്ഞടാ, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് വേണം നീ സ്റ്റിൽ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നെ അടുത്തറിയോ, കുറച്ച് ചന്ദനക്കുറി എടുത്ത് ഈ ലെൻസിലേക്ക് അങ്ങനെ തേച്ച് വെച്ചു. ഇവൻ മൊത്തം ഫോട്ടോ അങ്ങ് എടുത്തു. പ്രിന്റ് അടിച്ച് വന്നപ്പം പള്ളിയിൽ വെച്ചിട്ട് നെറ്റിക്ക് ചന്ദനക്കുറി, കപ്പയാരുടെ നെറ്റിക്ക് ചന്ദനക്കുറി. അവിടെ കൂടാൻ വന്ന കംപ്ലീറ്റ് ആൾക്കാർ ചന്ദനക്കുറി. പിന്നെ ആൾക്കാരെടുത്തിട്ട് ഇരിക്കാതിരിക്കുവോ? അതാണ് പറ്റിപ്പോയത്. അത് എന്റെ ഭാഗത്തെ തെറ്റാണ്. അപ്പോൾ ആ സാധനം എടുക്കാം. നമ്മുടെ ചെറുക്കനും പെണ്ണും വന്നു കഴിഞ്ഞാൽ ആ സംഭവം അങ്ങ് ഷൂട്ട് ചെയ്യാം. അവരാണ് മറ്റേ സാധനം പുറകോട്ട് പോലെ. എന്നെ ആലോചിക്കുക. അല്ല, ഇത് പിടിക്കണല്ലോ. പിന്നെ എത്ര മസിലൊന്നും വേണ്ട. ഓ എടാ, ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങോട്ട് നോക്കി ലെൻസിലേക്ക് നോക്കൂ. ചേട്ടാ, ഇത് എന്നാ നിനക്ക് കാശ് കടം തരാനുള്ളവനൊന്നും അല്ലത്. ലെൻസ് അത്. ഇങ്ങോട്ട് നോക്കൂ. മോളൊന്ന് നോക്കിയേ. എല്ലാം പച്ചമയാണ്. എന്തായാലും സൽമാൻ ഖാനും നയൻതാരയും എപ്പോഴെങ്കിലും എത്തിയല്ലോ. എവിടെ? നിങ്ങൾ തന്നെ. ഞങ്ങളോ? അവരെന്തോരാണ് സാധാരണ ലേറ്റ് ആയിട്ട് വരാറുള്ളത്. ക്യാമറമാനും ഡയറക്ടറും എല്ലാവരും വന്നു കഴിഞ്ഞാലും അവർ ഉച്ചയ്ക്കേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ താമസിച്ചാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രാവിലെ തൊട്ട് ക്യാമറയും തൂക്കിപ്പിടിച്ച് ഇവിടെ നിൽക്കുന്ന എന്താ താമസിച്ചത്? എന്നെ വിളിച്ചേട്ടാ സൽമാൻ ഖാൻ. എന്നെ വിളിച്ചു കേട്ടോ, നയൻതാരേന്ന്. ഞങ്ങള് സൽമാൻ ഖാൻ നയൻതാരയല്ല. ഞാൻ രാജ്കുമാർ, ഇത് ഭാഗ്യവതി. ഈ ഭാഗ്യവതിയെ കെട്ടിയ രാജകുമാരനാണ് ഇത്. രാജകുമാരൻ എന്ത് ചെയ്യുന്നു? രാജകുമാരൻ എന്ത് ചെയ്യുന്നു? താജ്മഹലിലാണ്. ഡൽഹി താജ്മഹലില് അല്ല, താജ്മഹൽ ഹോട്ടലിൽ ചായ അടിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അതെ, പിന്നെ ഇടക്ക് പൊറോട്ട അടിക്കും. ഓ, ഭാഗ്യവതിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ലവ് സീൻ അങ്ങ് ഷൂട്ട് ചെയ്യാം. ലവ് സീൻ അങ്ങ് ഷൂട്ട് ചെയ്യാം. ലവ് സീനാ? ഇതിനു മുമ്പ് ലവ് പ്രേമിച്ച് എന്തെങ്കിലും പരിചയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? അയ്യോ, എനിക്കുണ്ട്. ഉണ്ടാ? അത് മതി.
അങ്ങനല്ല, സിനിമയ്ക്കകത്തൊക്കെ ലവ് സീൻ കണ്ട് നല്ല പരിചയമുണ്ട്. ആ പരിചയം മതി ഇവിടെ. അത് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ലവ് സീൻ അങ്ങ് എടുത്തേക്കല്ലേ? ഞങ്ങൾക്ക് വലിയ ലവ് സീനൊന്നും ചെയ്ത് പരിചയമില്ല. നിങ്ങൾക്കില്ലെങ്കിൽ ആ കുട്ടിക്ക് കണ്ട് പരിചയമുണ്ട്. കണ്ടുപരിചയമില്ല. അത് മതി, അത് വെച്ചങ്ങ് ഷൂട്ട് ചെയ്യാം. പുത്തൻ പാട്ടാണ് നിങ്ങളുടെ ലവ് സീൻ ഞാൻ ആഡ് ചെയ്യാൻ ഓ പോകും. ശരി ശരി. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. അയ്യോ, അതൊരുപാട് പഴയ പാട്ടല്ലേ? അയ്യോ, അതിന്റെ CD ഈയിടെ എന്റെ കയ്യിൽ കിട്ടിയത്. ഓ, അതിലെ പാടത്തെ പെണ്ണേ, അതായിട്ട് അടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതങ്ങ് എടുക്കാം. ഇപ്പൊ ആദ്യം ചെയ്യേണ്ട എന്നാന്നറിയാം, നമ്മൾ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു വട്ടം കറങ്ങി ഇങ്ങനെ വന്നിട്ട് ദേ ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന്റെ നടുക്ക് ഒരു മാൻ ഇങ്ങനെ വന്ന് എത്തി നോക്കും. ഞാനത് വെട്ടിക്കയറ്റും. മാന് വെട്ടിക്കയറ്റുവേ. അപ്പൊ അതാണ്. അപ്പൊ ആ സാധനം ഞാനിപ്പോ ചുമ്മാ പാടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒറിജിനൽ ഇടാം. അപ്പൊ ചിങ്ങമാസത്തിന്റെ സംഭവം ഒന്ന് എടുത്തോട്ടോ. ആദ്യം മേളിൽ, പിന്നെ താഴെയാണേ. 1 2 3 സ്റ്റാർട്ട്. ചിങ്ങമാസം വന്നു ചേർന്നാൽ പിന്നെ ഞാനൻ. ഇത് ഏത് സൈക്കിളിനായി കാറ്റടിക്കുന്നത്? ഈ വെച്ചോണ്ട് തള്ളുന്നത് മോനെ, തള്ളുകല്ലേ, ഇങ്ങനെ കാണിച്ചാൽ മതി ചേട്ടാ. ഒന്ന് കാണിച്ചേ. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനൻ സ്വന്തമാക്കി. ഇത് എന്നിട്ട് കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണം. ഓക്കെ, ആ സാധനം ഷൂട്ട് ചെയ്യാം. അപ്പൊ പിന്നെ ഒറിജിനൽ പാട്ട് പ്ലേ ചെയ്തോട്ടെ. ആ പാട്ടങ്ങ് ഷൂട്ട് ചെയ്ത് ഇട്ടേ. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. അതെ, ഞാൻ ചിങ്ങമാസം എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ കന്നിമാസം അല്ല. അറിയാൻ മേലെങ്കിൽ എന്തിനാ അത് ചെയ്യാൻ നിൽക്കുന്നത്? വേറെ എന്തെങ്കിലും കാണിച്ചാൽ കിട്ടാ പോരെ. ഓക്കെ, അത് വിട്ടേരി. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിൽ നിന്ന് ഓടി വന്ന് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്ന് കുറെ കുശലങ്ങൾ പറയും. അന്നേരം ഇതിന്റെ നടുക്കുന്ന ഒരു താമരപ്പൂ ഇങ്ങനെ വിരിഞ്ഞു വരും. താമരപ്പൂ ഇല്ല, അത് ഞാൻ കട്ട് ചെയ്ത് കയറ്റും. വെട്ടിക്കയറ്റി ഞാൻ ഓർമ്മപ്പെട്ടു, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ സാധനങ്ങൾ എടുക്കാം. ഇത് ഞാൻ സ്ലോ മോഷനിൽ എടുക്കും കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടുപേരും കൂടെ ഓടി വരണേ. അവിടുന്ന് പിന്നെ അവിടെ. ഓക്കെ, ആക്ഷൻ, ക്യാമറ. എന്തേലും മേലാഴികയുണ്ടോ? പിന്നെ നീ എന്നെ മസിലും പിടിച്ചോട്ട് ഇങ്ങനെ വരുന്നേ? അല്ല, സ്ലോ മോഷനിൽ വരണമെന്ന് പറഞ്ഞു. എടാ, അത് ഞാൻ കമ്പ്യൂട്ടറിനകത്ത് വെട്ടിക്കയറ്റിയല്ലേ സ്ലോ മോഷൻ. നീ അത് ഇടേണ്ട കാര്യമുണ്ടോ? നീ സ്പീഡിൽ ഓടി വരിക, എന്നിട്ട് രണ്ടുപേരും നോക്കിയെന്ന് കുശലം പറയുക. ഓക്കെ, ആക്ഷൻ, ക്യാമറ. ഓടുക. ആ, മുഖത്തോട് മുഖം നോക്ക്. നോക്കിയിട്ട് കുശലം പറയണേ. കുശലം പറഞ്ഞോണ്ട് എന്തെങ്കിലും കുശലങ്ങളൊക്കെ പറ. ഒരു ഫോൺ വന്ന് ഞാൻ സംസാരിച്ചോട്ടെ. ഹലോ. അതെ, ഞാൻ വേറൊരു വർക്ക് ഞാൻ വിളിക്കാം. ആ രണ്ടല്ലല്ല ഉയർന്നു പറഞ്ഞത് സത്യമാണോ? അയ്യോ, അത് ഞാൻ വെറുതെ പറഞ്ഞു. വെറുതെ ഒന്നും പറഞ്ഞല്ല, സത്യമായിട്ടും എന്റെ മുഖത്ത് നോക്കിട്ട് എങ്ങനെ നുണ പറയാൻ തോന്നണം? സത്യമായിട്ടും വെറുതെ ഞാൻ വിശ്വസിക്കൂല. ആരെയും ഭാഗ്യത്തിന് എന്തോ ലവ് ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ, ഞാന് വെറുതെ പറഞ്ഞല്ല, ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഫസ്റ്റ് നൈറ്റിന്റെ മൂടൊക്കെ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നതാ. എന്നാലും ഇപ്പൊ പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയട്ടെ. പിന്നെ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നേ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ. സുരേഷ് എന്നായിരുന്നു പേര്. 10ൽ പഠിക്കുമ്പോഴാ. ആയിക്കോട്ടെ, ഇപ്പൊ ഒന്നുമില്ല. അത് കുഴപ്പമില്ല. കല്യാണത്തിന് മുമ്പ് എല്ലാവർക്കും ഉണ്ടാവില്ല. എന്നാരും പ്രേമിച്ചിട്ടില്ല, അത് പ്രശ്നമില്ല. പക്ഷെ എനിക്കത് വിഷയമൊന്നുമില്ല. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയ്യോ, സുരേഷ് എന്നാ വിളിക്കുന്നത്. ഹലോ അണ്ണ, അണ്ണ എന്താണ് കല്യാണത്തിന് വരാഞ്ഞേ? അയ്യോ, ഒന്നും പറയണ്ട അണ്ണ. ഇച്ചിരി പൊക്കം ഒക്കെ ഉണ്ടെന്നേ ഉള്ളു, കാണാനൊന്നും ലുക്കൊന്നും ഇല്ലണ്ണ. ജോലിയൊന്നും വലുതായിട്ടൊന്നും ഇല്ല, ഒരു ചായക്കട നിൽക്കുക. പിന്നെ 10-35 വയസ്സായില്ലേ അണ്ണ. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാനങ്ങ് സമ്മതിച്ച. നാളെ വരും അണ്ണൻ. ഓ ശരി ശരി ശരി. ആ ശരി ശരി. ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞ സുരേഷ് എന്നെ നീ തല്ലുവല്ലോടാ, എന്നെ നീ തല്ലുവല്ലോ, എന്നെ നീ അയ്യോ, കല്യാണം കഴിഞ്ഞ് ഇത്രയല്ലേ ആയുള്ളൂ, അതിന് മുമ്പ് അടി തുടങ്ങിയോ? എന്തുവാ ഇത്? ചോര. ആ, ഇവിടുന്ന് ചോര വരുന്നുണ്ട്. തുടച്ചത് കളയണ്ട, ലിഫ്റ്റിക്കെ തേച്ച് വന്നപ്പോഴേ പറയണമെന്നുള്ളത്. കളർ കുറവുണ്ടായിരുന്നു.
അതൊക്കെ തേച്ചാ മതി. എന്താ പ്രശ്നം എന്താ? ഞാൻ അങ്ങോട്ട് പോയപ്പോ നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ, പെട്ടെന്ന് എന്നെ ചതിക്കരുത് അവള്. ആര്? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, അവളെന്നെ ചതിക്കരുത്. എങ്ങനെ? അവൾക്ക് ലൈനൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ്. അവനുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. കല്യാണത്തിന് മുമ്പ് ഒരു ലൈൻ ഉണ്ടെന്നും പറഞ്ഞാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്കത് പ്രശ്നം. പക്ഷേ അതൊക്കെ നിസ്സാര പ്രശ്നമില്ലേ, സിമ്പിൾ ആയിട്ട് കാണണം. എന്ത് പ്രശ്നം? ഇത് കല്യാണത്തിന് മുമ്പ് എത്ര 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ ലൈൻ. എന്റെ ഭാര്യക്ക് ഇപ്പോഴും ഉണ്ട് 4 ലൈൻ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലേ. നീ പോടാ വണ്ടി. എന്റെ ക്യാമറ മുമ്പിൽ ഒന്ന് എന്നെ അറിയുന്ന വിളിക്കണം. പിന്നെ നീ എന്നെ അറിയുന്ന വിളിച്ചോടാ. പിന്നെ പോടാ അവിടുന്ന്. അയ്യോ അടുത്തോ എന്നാ പിന്നെ അവിടെ എന്നെ കാണുമല്ലോ. നിന്നെ ഞാൻ കൊല്ലൂടാ. ഫോണറിയും തന്നെ ഞാൻ. ചേട്ടാ വേണ്ട, ചേട്ടാ നിനക്ക് ഇപ്പോഴും സുരേഷായിട്ട് നിനക്ക് ബന്ധമുണ്ട്. അയ്യോ ഞാൻ ഏത് സുരേഷ്? അയ്യോ ഇതെന്റെ വല്യമ്മയുടെ മോൻ സുരേഷന്റെ ആങ്ങളാ. എന്റെ വല്യമ്മയുടെ മോനെ ഇപ്പൊ എന്നെ വിളിച്ചത്. അവൻ ഖത്തറിലാ, നാളെ വരുന്നുണ്ടെന്ന് പറയാനാ വിളിച്ചത്. ഇതെവിടെ ഈ സാധനം? അല്ല, ഇത് ഖത്തറിൽ എന്ന് പറയുന്ന സുരേഷ് അണ്ണൻ. സോറി ബാക്കി. രാജ സോറി. ചേട്ടാ ഓ, നമുക്ക് ലവ് സീൻ ഷൂട്ട് ചെയ്താലോ? ലവ് സീൻ ഷൂട്ട് ചെയ്താലോ? ലവ്സീനോ? ഓ, അയ്യോ ഇതെങ്ങനെ പൊട്ടിപ്പോയേ? ഇതെങ്ങനെ പൊട്ടിപ്പോയേ? ഒരു മാലാക വന്ന് പൊട്ടിച്ചേച്ചും പോയതാ ആകാശത്തിന്. ഇപ്പോഴാണ് എന്റെ സ്റ്റുഡിയോയുടെ പേര് യാഥാർത്ഥ്യമായത്. എന്താണ്? ഓർമ്മ.